ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ എന്തോ ബയോളജി എക്സാമിന് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു സ്കോറിലെത്താൻ കഴിഞ്ഞില്ല. കാരണം ടെൻഷൻ അടിച്ചാൽ പോയി, പിന്നെ നമുക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂല. എന്തോ എക്സാം കഴിഞ്ഞിട്ട് വേറെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ MBBS തന്നെ വേണം എന്നുള്ള ഒരു ഇത് വന്നത് ഈ നീറ്റ് കഴിഞ്ഞപ്പോഴാണ്. അതിന് മുമ്പ് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു ഫയർ വന്നത് ഈ നീറ്റ് കഴിഞ്ഞപ്പോഴാണ്. ദിവസം എന്തെങ്കിലും ഒരു മോട്ടീവ് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ന് ഫോൺ ഡേ ആണ്, അല്ലെങ്കിൽ ഇന്ന് ഇഷ്ടപ്പെട്ട സാറിൻ്റെ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഇന്ന് ഹോസ്റ്റലിൽ ഫുഡിന് ബിരിയാണിയാണ്, അങ്ങനെ എന്തെങ്കിലും. ഇഫ് യു റിയലി വാണ്ട് സംതിങ്, ദ ഹോൾ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു അച്ചീവ് ഇറ്റ്. ഹായ് എവ്രിവൺ, ഞാൻ ഐഷു മെഹ്ന, ബ്രില്യൻ കാലിക്കറ്റ് സെൻറ്ററിൽ JEE ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇക്കണ NEET 2023 എനിക്ക് ലഭിച്ച സ്കോർ 659 ആണ്. അൽഹംദുലില്ലാഹ്. എൻ്റെ ഒരു ജേർണിയിൽ ബ്രില്യൻ്റെ ഓരോ മെമ്പേഴ്സും, പ്രൊഫസേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർ നയന മിസ്, ഡയറക്ടർ, പിന്നെ എൻ്റെ പാരൻസ്, എൻ്റെ ബ്രദർ, അങ്ങനെ ഓരോരുത്തരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒന്നും ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു സ്കോറിലെത്താൻ കഴിയില്ലായിരുന്നു. ഇത് ആക്ച്വലി എൻ്റെ 3rd അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് +2 കഴിഞ്ഞ ഉടനെ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ എഴുതിയതായിരുന്നു. അപ്പം അതിലെനിക്ക് ലഭിച്ച സ്കോർ 259 ആണ്. അപ്പം +2 നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ബ്രില്യനിൽ എത്തുന്നത് 2021. അപ്പോൾ ആ ഇയർ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ എന്തോ ബയോളജി എക്സാമിന് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു സ്കോറിലെത്താൻ കഴിഞ്ഞില്ല. അപ്പം പിന്നെ എക്സാം കഴിയുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നു, അപ്പോൾ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിനൊക്കെ പോവാം. പക്ഷേ എന്തോ എക്സാം കഴിഞ്ഞിട്ട് വേറെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ MBBS തന്നെ വേണം എന്നുള്ള ഒരു ഇത് വന്നത് ഈ നീറ്റ് കഴിഞ്ഞപ്പോഴാണ്. അതിന് മുമ്പ് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു ഫയർ വന്നത് ഈ നീറ്റ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഉള്ള ഒരു ഡ്രീം എനിക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ട് കളയാൻ തോന്നില്ല. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബ്രില്യൻ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ മനസ്സിലില്ലായിരുന്നു. ഈ ഒരു ഇയറിൽ ഞാൻ മെയിനായിട്ട് ലാസ്റ്റ് ഇയർ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ ക്ലിയർ ചെയ്തു. പിന്നെ മെയിൻ ഫോക്കസ് ബയോളജിക്ക് കൊടുത്തു. ലാസ്റ്റ് ഇയർ എനിക്ക് പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബയോളജി NCERT വായിക്കൽ മാത്രമേ ചെയ്യുള്ളായിരുന്നു, ക്വസ്റ്റ്യൻസ് ഒന്നും വർക്കൗട്ട് ചെയ്യലില്ലായിരുന്നു. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഫിസിക്സിലൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ക്വസ്റ്റ്യൻസ് ചെയ്യൽ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിയിലും. അപ്പം പിന്നെ വീക്ക്ലി എക്സാംസിന് തെറ്റിപ്പോകുന്നതൊക്കെ ഞാൻ അപ്പോൾ തന്നെ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ക്രോസ് ഇട്ട് വെക്കും. പിന്നെ അണ്ടർലൈൻ ചെയ്യാൻ പറ്റാത്തത് സ്റ്റിക്കി നോട്ടിൽ എഴുതി സൈഡിൽ ഒട്ടിച്ച് വെക്കും. അപ്പം പിന്നെ നമുക്ക് എന്താ തെറ്റിപ്പോയതൊക്കെ അപ്പം തന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ റിവൈസ് ചെയ്യാൻ കഴിയും. വേറെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും എടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ NCERT എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കും തോറും കൂടുതൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. ലൈക്ക് ഇപ്പോൾ എത്ര തവണ വായിച്ചതാണെങ്കിലും നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും പുതിയത് കാണും. ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ 2 weeks ഒക്കെ മുമ്പ് ഞാൻ പുതിയ കാര്യം കണ്ട് ടെൻഷനായിട്ടുണ്ട്, ഇതൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേന്ന്. NCERT അങ്ങനെയാണ്, ഒരു ഭയങ്കര സംഭവമാണ്. പിന്നെ കെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനോർഗാനിക്കൊക്കെ ക്ലാസ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് വായിച്ച് പോവുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണ്. ഇപ്പോൾ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ സാധാ പോലെ കേൾക്കുന്നേക്കാളും തലേ ദിവസം വായിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് തന്നെ പഠിക്കാൻ കഴിയും, അവിടുന്ന് തന്നെ ഒക്കെ മെമ്മറൈസ് ചെയ്യാൻ കഴിയും. പിന്നെ രാവിലെ ഞാൻ ഫസ്റ്റ് പഠിക്കുന്നത് ഫിസിക്സാണ്. ഫിസിക്സ് പഠിക്കുമ്പം ആ ഉറക്കമൊക്കെ പോകും, ഒന്ന് വാമപ്പ് ആവും. ഫിസിക്സ് എനിക്ക് ഫസ്റ്റൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് എങ്ങനെ ചെയ്യുക, ഏതാ ഇക്വേഷൻ, അങ്ങനെയൊന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ ബിൽഡപ്പ് ചെയ്യുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് അത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് എവിടെയാണെന്ന് പോലും നോക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ആ ഒരു സ്പീഡും അക്യുറസിയൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ ബിൽഡ് ചെയ്തതല്ലേ. അപ്പം എൻട്രൻസ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് പ്രാക്ടീസിലൂടെയാണ് അത് നേടിയെടുക്കാൻ കഴിയുക. ഇപ്പോൾ എൻട്രൻസിന് ബുദ്ധിജീവികളാവണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് കുറച്ച് ഹാർഡ് വർക്കും കുറച്ച് സ്മാർട്ട് വർക്കും മതി. പിന്നെ റെസ്റ്റ് ഇല്ലാണ്ടൊന്നും പഠിക്കരുത്. 6 to 7 hours ഉറങ്ങുക. ഞാൻ എന്തായാലും 7 hours ഉറങ്ങലുണ്ട്. കൂടെ ഉള്ളവരൊക്കെ 6 hours ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പോൾ 7 or 8 ഒക്കെ വേണമെങ്കിൽ 8 വേണമെങ്കിലും 8 ഉറങ്ങാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം വേസ്റ്റ് ഒന്നും വരുന്നില്ല.
നമുക്ക് ഫ്രഷായി പഠിക്കാൻ എത്ര സമയം ഉറങ്ങണോ അത്രയും ഉറങ്ങണം. പിന്നെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളെ തന്നെ എൻ്റർടൈൻ ചെയ്യുക. കാരണം ഇതൊരു ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. ഹോസ്റ്റലൊക്കെ പഠിത്തമില്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പം ദിവസം എന്തെങ്കിലും ഒരു മോട്ടീവ് വെക്കുക. ഫോർ എക്സാമ്പിൾ ഇന്ന് ഫോൺ ഡേ ആണ്, അല്ലെങ്കിൽ ഇന്ന് ഇഷ്ടപ്പെട്ട സാറിൻ്റെ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഇന്ന് ഹോസ്റ്റലിൽ ഫുഡിന് ബിരിയാണിയാണ്. അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ടെൻഷൻ അടിച്ചാൽ പോയി പിന്നെ നമുക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയൂല. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പം എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കോട്ടുണ്ട് പൗലോ കൊയ്ലോൻ്റെ, ഇഫ് യു റിയലി വാണ്ട് സംതിങ് ദ ഹോൾ യൂണിവേഴ്സ് കൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു അച്ചീവ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് നമുക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ, പക്ഷെ നമുക്കത് കിട്ടിയിരിക്കും. നമ്മളെ പാരൻസിൻ്റെ ഫാമിലിയുടെ ഒക്കെ പ്രേയേഴ്സും സപ്പോർട്ടൊക്കെ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും. ബ്രില്യൻ്റ് നമുക്ക് ഒരു കുറവും വരുത്തൂല. നമുക്കിപ്പോൾ ഒരു ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ ഈ ലേൺ ആപ്പിൽ ഓരോ ഇയർലിയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കംഫർട്ടബിളായ ക്ലാസ് എടുത്ത് കാണാം. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ടോപ്പ് ക്വാളിഫൈഡ് പ്രൊഫസേഴ്സ് ആണെങ്കിലും പിന്നെ എല്ലാവരും പറയുന്ന പോലെ ജോയ് സാറിൻ്റെ മോട്ടിവേഷൻ ആണെങ്കിലും എല്ലാം ബെസ്റ്റ് ഇൻ ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടൂല. പിന്നെ അവിടുത്തെ അത്ര മോഡൽ എക്സാംസ് ഒന്നും വേറെ എവിടെയില്ല. NEET 2023 എനിക്ക് ശരിക്കും ബ്രില്യൻ്റിലൊരു മോഡൽ എക്സാം എഴുതുന്ന ഫീലായിരുന്നു. കാരണം നമ്മൾ ഓരോ ലെവലിലുള്ളതും ബ്രില്യൻ്റിലെ മോഡൽ എക്സാമിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഈസിയും മോഡറേറ്റും നല്ല ഹാർഡായാലും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും അവിടെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ വലിയ ടെൻഷനൊന്നും ആയില്ല. പിന്നെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയത് ഈ അസേർഷൻ റീസൺ എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും. പക്ഷേ NEET എക്സാമിൽ ഞാൻ അങ്ങനത്തെ ടൈപ്പിൽ ഒറ്റൊന്നുപോലും തെറ്റിച്ചിട്ടില്ല. അതൊക്കെ ബ്രില്യൻ്റിലെ എക്സാംസ് എഴുതി പ്രാക്ടീസ് ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയ 526 നിന്നും 659 വരെ എത്താൻ കഴിയുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റും. അപ്പോൾ അതിന് വേണ്ടി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ കുറച്ച് സാക്രിഫൈസൊക്കെ വേണ്ടി വരും. പക്ഷേ ലാസ്റ്റ് നമുക്ക് എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഉറപ്പാണ്. പിന്നെ ഡെഡിക്കേഷനോട് പഠിക്കുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ബ്രില്യൻ്റ് ഫാമിലിക്കും പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ബിഗ് താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.